എല്ലാവർക്കും ബയോമെക്കിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വലപ്പാട് 10L മോഡലാണ്. പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് ബയോമെക് 10L. അനസ് എന്നാണ് കസ്റ്റമറുടെ പേര്. നമ്മൾ ചെയ്തിട്ടിപ്പോൾ ഏകദേശം 1 വർഷമായി. വീഡിയോസ് പെൻഡിങ് വരുന്നതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇതിൽ നമുക്ക് 2.5 കിലോ വേസ്റ്റും 4 ലിറ്റർ വെള്ളമാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. എപ്പോഴും നിങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പർച്ചേസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്പേഴ്സ് എത്രയാണോ അതിൻ്റെ ലിമിറ്റിൽ വെച്ചുകൊണ്ട് പ്ലാന്റ് മേടിക്കരുത്. ഫോർ എക്സാമ്പിൾ 4 അംഗങ്ങളോ 5 അംഗങ്ങളോ ഫാമിലി ആണെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ ബയോമെക് 10L ഇപ്പോൾ ഈ പറഞ്ഞ മോഡൽ പരമാവധി ചൂസ് ചെയ്യാതിരിക്കുക. അപ്പൻ, അമ്മ, 2 കുട്ടികൾ, അങ്ങനെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ് അവർക്ക് സജസ്റ്റ് ചെയ്തത്. ഇപ്പോൾ സാധാരണഗതിയിൽ 4 അഡൽട്ട് അല്ലെങ്കിൽ 5 അഡൽട്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യരുത്. സെക്കൻഡ് മോഡലിലേക്ക് പോകണം. വേസ്റ്റ് കുറഞ്ഞതുകൊണ്ട് പ്ലാന്റ് വർക്ക് ചെയ്യാതെ വരുന്നില്ല. എല്ലാ വീഡിയോസിലും നമ്മളത് നോട്ട് ചെയ്ത് പറയാറുണ്ട്. വേസ്റ്റ് കുറഞ്ഞതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. വേസ്റ്റ് കൂടുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിൽ വെക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് റീസെൻ്റ് എൻക്വയറീസ് എന്ന് പറയുന്നത് 3000 സ്ക്വയർ ഫീറ്റിന് മേലുള്ള വീടുകളുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് യൂസ്ഡ് പ്ലാന്റുകൾ ചോദിച്ചു മേടിക്കാറുണ്ട്. ചിലവർ ഇത് വെക്കുന്നത് കൊണ്ട് യൂസേജ് ഇല്ല, അതായത് അവർ ഗൾഫിൽ പോകും അല്ലെങ്കിൽ പുറം രാജ്യത്താണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള യൂസ്ഡ് പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം കസ്റ്റമർ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ നോക്കുന്നത്. അത് ഞങ്ങളുടെ അടുത്ത് നിന്നാണ് നിങ്ങൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീഫർബിഷ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ വാറണ്ടി കൊടുക്കും. ചില മോഡലിന് മാത്രമാണ് നമ്മൾ 1 ഇയർ വാറണ്ടിയോട് കൂടി റീഫർബിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പരമാവധി നിങ്ങൾ പുതിയത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം 30 വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുതലെടുക്കാനായിട്ട് സാധിക്കും, അതിൻ്റെ കറക്റ്റ് യൂസേജ്. അപ്പോൾ വീട് പണിത് നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ കൂടുതലും ഓപ്റ്റ് ചെയ്യേണ്ടത് ന്യൂ മോഡലിലേക്കാണ്. ആ വാറണ്ടി നിലനിൽക്കുന്നുണ്ട്. ചിലവർ യൂസേജ് ഇല്ല എന്ന് പറയുമ്പോൾ പെക്യുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് നമ്മൾ യൂസ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് എടുക്കുന്ന മോഡൽസ് ഞങ്ങളുടെ അവൈലബിലിറ്റി വരുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. പഞ്ചായത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്തായാലും ഇനി വരും കാലഘട്ടത്തിൽ എന്തായാലും തീർച്ചയായിട്ടും ബയോഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ ഇൻസിനറേറ്റർ എല്ലാ വീടുകളിലും നിർബന്ധമാക്കാനുള്ളൊരു പ്ലാൻ പദ്ധതി വരുന്നുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് ടാക്സിൽ കുറേ കൺസെഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റാളേഷൻ്റെ സംബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ സ്കോപ്പ് എന്ന് പറയുന്നത് മണൽ, വെള്ളം, ഫോഴ്സിൽ വെള്ളം വരാവുന്ന ഒരു സിസ്റ്റം നിങ്ങളവിടെ അറേഞ്ച് ചെയ്ത് തന്നേ പറ്റൂ. കാരണം ഈ കൗഡങ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫോഴ്സിൽ വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൗഡങ് മിക്സിങ് വലിയൊരു പ്രോസസ്സാണ്. ആ വെള്ളം നിറഞ്ഞാൽ മാത്രമേ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം പണിതിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 2 ചാക്ക് മണലാണ് കസ്റ്റമർ സ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ പുതിയ വീടുകളിൽ നമ്മൾ പരമാവധി ഡ്രില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ പൈപ്പിംഗ് എപ്പോഴും നമ്മൾ മുകളിലൂടെയാണ് ഇടുന്നത്. അങ്ങനത്തെ ഒരു മോഡുലാർ ടൈപ്പ് അല്ലെങ്കിൽ കണ്ടംപററി ഡിസൈനിലുള്ള വീടാണെങ്കിൽ ഈ പൈപ്പ് ഹാങ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അഭംഗി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ PVC പ്ലംബിംഗ് ചെയ്യണം. ഞങ്ങൾ പ്ലംബിംഗ് ഒരു കാരണവശാലും ചെയ്യുന്നതല്ല. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.